മനുഷ്യനിക്ക് തന്ന അതിനെ സംബന്ധിച്ച് എനിക്ക് കുറേ കാലം പറഞ്ഞാലും തീരാത്ത വിഷയം എത്രത്തോളം ഇന്ന് ആ പന്തിനെ സംബന്ധിച്ച് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയ കാരണം ബഹുമാനപ്പെട്ട അസ്ഹാബുൽ ബദരീകൾക്കുള്ള ഒന്ന് രണ്ട് കാര്യത്തിൽ നമ്മൾ പറയുന്നത്. ബഹുമാനികളെ, ബദരീകളെന്ന് പറഞ്ഞാൽ ആരാണ്? ബദരീകളെ സംബന്ധിച്ച് നമ്മൾ നല്ലോണം മനസ്സിലാക്കി. നമ്മളിവിടെല്ലാം ഈ ബദരീകൾ ആണ്ടിന്റെ അവസരത്തിൽ ആൾക്കാർ തിങ്ങി കുടിച്ച് ദ്വാരക്കാൻ വേണ്ടി ഒരുമിച്ച് കൊടുക്കുന്ന ഉദ്ദേശം ആ ബദരീകളെ കൊണ്ട് തവസ്സുല് ചെയ്തിട്ട് ദ്വാരനാൽ നമ്മൾക്ക് പ്രതിഫലം കിട്ടും, നമ്മൾക്കുള്ള വർഷപ്പതുകൾ തീർന്നു പോകും. ഏതവസരത്തിൽ നമ്മുടെ ബദരീകളെ വിളിച്ചു പോകുന്നുണ്ട് ആ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കാം. അതിന്റെ ഹഖീഖത്ത് അതല്ല. ബദരീകൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളോട് 17 പ്രാവശ്യം ദിവസത്തിൽ ദ്വാരക്കാൻ വേണ്ടി കൽപ്പിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ആ ബദരീകൾക്കുള്ള വഴിയെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം എന്ന് ദ്വാരക്കാൻ വേണ്ടി ഫർദാക്കി. ഇന്നത്തല്ല, ഫർദ് തന്നെയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ബദരീകൾക്കുള്ള വഴിയെ കാണിച്ചു തരണം എന്ന് അല്ലാഹു. ആ ബദരീകൾ എന്താണ് ചെയ്തത്? ബദരീകൾ ചെയ്തത് എന്താണ്? ആ ബദരീകളിലുള്ള 3 ആൾക്കാരുടെ ചരിത്രം ഞാൻ പറഞ്ഞു. ഒന്ന്, ബദരീകളെ ഒന്നാമത്തെ ആളാരാണ് പറയും? ആദരവാക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തത് അബൂബക്കർ സിദ്ദീഖ്, മൂന്നാമത്തെ ഉമർ ഇബ്നുൽ ഖത്താബ്. ഈ 3 ആൾക്കാർ ബദരീകളിൽപ്പെട്ടവർ തന്നെയാണ്. 313 ആൾക്കാരിൽ പെട്ട ആൾക്കാർ. ഇവരെ ആ ബൈ ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മോട് എപ്പോഴും അള്ളാഹുവിനോട് ദ്വാരക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചതിന്റെ ഉദ്ദേശം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം, വഫാത്തായി അന്ന് തന്നെ മറമാടിയില്ല, ബുധനാഴ്ച വരേക്കും ആ റസൂലുള്ളാഹിന്റെ ജനാസനെ വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹുക്മാണ്. പിന്നെ മറമാടിയതിനു ശേഷം അള്ളാഹുവിന്റെ റസൂൽ ആ നാട്ടിൽ എന്തെല്ലാം ചെയ്തിട്ടുള്ളതെന്ന് എല്ലാവരും അറിയാത്ത ആൾക്കാരാണ്. ഖിലാഫത്ത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിയുമ്പോൾ അബൂബക്കർ സിദ്ദീഖിനോട് ഒരാൾ വന്നിട്ട് പറയുന്നു, ഇന്ന ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു വീടുണ്ട്, ആ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ സാധാരണ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ അന്വേഷിക്കാൻ വന്നിട്ടുണ്ടോ? അവന്റെ അധികാരത്തിനെ പറ്റിയല്ല ഓരോരുത്തരോട് ചോദിക്കപ്പെടും. സിദ്ദീഖുൽ കാർച്ചി പോയി നോക്കുമ്പോൾ ഉണ്ട് ഒരാളിന് ഒരു കുഷ്ഠരോഗം കുറിച്ചാണ്, കണ്ണിന് കാഴ്ചയില്ലാത്ത. ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് മനസ്സിലാക്കി ആ ബദരീങ്ങൾക്കുള്ള ബൈയോട് തുടരാൻ വേണ്ടി അല്ലാഹുവിനോട് ദ്വാരക്കണം. ഉടനെ പോയി ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ ആ മനുഷ്യർക്ക് വേണ്ടി ഭക്ഷണത്തിന് ഉണ്ടാക്കി ഒരു സ്പൂണിലെ കുടിക്ക് അദ്ദേഹത്തിന്റെ വായിലേക്ക് കാഴ്ചയില്ല. വായിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ആ വയസ്സനായ കുഷ്ഠരോഗി സിദ്ദീഖുൽ അക്ബറിനോട് ചോദിക്കുന്ന, മോനെ, എന്റെ വായി നിന്റെ വിരലിലേക്ക് ഇപ്പൊ ഒരു വെറുപ്പായിട്ട് നിന്നല്ലേ? നീ ഇതുവരെ എന്റെ വായിലേക്ക് വിരല് കൊണ്ടെന്നെ തന്നോണ്ടായിരുന്നു, ഇപ്പൊ എന്റെ സ്പൂണ് തുടങ്ങി നിന്റെ കയ്യിൽ എന്റെ വായിലേക്ക് ഇടാൻ വേണ്ടി എന്ന് ആ വയസ്സൻ സിദ്ദീഖുൽ അക്ബറോട് ചോദിക്കുന്നു. അവിടെ ഒന്നാമത്തെ ബദരീകളിൽപ്പെട്ട ഒന്നാമത്തെ ആള് ആ കുഷ്ഠരോഗിനിക്കുള്ള വായിലേക്ക് ഭക്ഷണം വിരല് കൊണ്ട് കൊടുത്തോണ്ടായിരുന്നു. ഇതുകൊണ്ടിട്ടാണ് അതാണ് ബദരീകളല്ല. ഇനി രണ്ടാമത്തെ ബദരീകളെ പറ്റി നിങ്ങൾ മനസ്സിലാക്കുന്നോ? ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നില്ല, രണ്ടാമത്തെ ബദരീകൾ ആരാണ്? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖും സഹാബത്തും റസൂലുള്ളാഹിന്റെ മുന്നിൽ ഇരിക്കും. എങ്ങനെ? ഹദീസിൽ പറയുന്നു, അവർക്കുള്ള തലന്റെ മേലെ പക്ഷികൾ ഇങ്ങനെ ഇരുന്നിട്ട് എണീച്ചു പോകും എന്ന് പറഞ്ഞാൽ എന്താ? ആ റസൂലുള്ള പറയുന്നത് കേൾക്കുമ്പോ ഇങ്ങനെ ഇരുന്നിട്ട് കാതു കൊടുക്കും, അനക്കം ഉണ്ടാവില്ല.
അത് എന്റെ ചെറുപ്പകാലത്തിൽ ഞാൻ വലിയ വലിയ വാഴകന്മാർ പ്രാസംഗികന്മാർ പ്രസംഗിക്കുന്ന അവസരത്തിൽ ഞാനും കണ്ടിട്ടുണ്ട്. അനക്കല്ലോ അതാണ് റസൂലുള്ളാഹി ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ തലന്റെ മേല് പക്ഷികൾ ഇരുന്നിട്ട് പോകും എന്ന് പറഞ്ഞാൽ ഇരുന്നല്ല അർത്ഥം, അത്ര അനക്കല്ലാണ്ടിരിക്കും. അങ്ങനെ പ്രസംഗിക്കുന്ന ആ പ്രസംഗത്തിനെ കേൾക്കുന്ന കൂട്ടത്തിൽ സിദ്ദീഖുൽ അക്ബർ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉമർ ഇബ്നു ഖത്താബ് എല്ലാവരും ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി ഒരു കണ്ണിനിക്ക് കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് റസൂലുള്ളാഹി പറയുന്നത് അവർക്ക് സഹായിച്ചു കൊടുക്കുന്നതിനെ പറ്റി ഉള്ള പറഞ്ഞു. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് മൂന്നാമത്തെ ബദരീകളിൽപ്പെട്ട മൂന്നാമത്തെ ആൾ. അദ്ദേഹം എണീച്ചു. എവിടെയാണ് ഏറ്റവും സാധുക്കളുള്ളത്? കണ്ണ് കാഴ്ചയില്ലാത്ത ആൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഉപകാരം ചെയ്യുന്ന ആൾ നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു സ്ഥലത്ത് വീടുന്നതാണ്. ആ വീട് അന്ന് നല്ല ഇന്നോട്ട് ഞാൻ പറയാം, 2 മിനിറ്റ് നിങ്ങളോട് നമ്മളെ ബാംഗ്ലൂരിനെ സംബന്ധിച്ച് എന്റെ അനുഭവത്തിൽ നിങ്ങളോട് പറയാനുണ്ട്. പറഞ്ഞില്ല ഞാൻ കുറ്റക്കാരൻ. ഉമർ ഇബ്നു ഖത്താബ് പോയി നോക്കൊരു കണ്ണ് കാണാത്ത ആളാണ്. ഒരു സ്ത്രീ അവിടെ പോയി ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്? ഒരാള് തരുന്ന പോലെ ആരെന്ന് എനിക്കറിയില്ല. ഡ്രസ്സെല്ലാം കഴിഞ്ഞിട്ട് ഉണങ്ങാറുണ്ട്, എന്താ സൗകര്യം ചെയ്തിട്ട് ആളില്ല. ഉമർ പറയുന്ന ഖലീഫയാണ്, ഞാൻ നാളെ മുതൽ ഞാൻ നിങ്ങൾക്ക് കുടുംബത്തിന് വരാം. ആരെങ്കിലും നമ്മുടെ പണി നടന്നാൽ പറ്റും. പിറ്റേ ദിവസം മഹാനായ ഉമർ ഇബ്നു ഖത്താബ് പോകുമ്പോൾ പണിയെല്ലാം തീർന്നിട്ടുണ്ട്. 3-ാമത്തെ ദിവസം തീർന്നുണ്ട്. 4-ാമത്തെ ദിവസം രാവിലെ പോയി കാത്തിരുന്നില്ല. ആരൊന്ന് നോക്കണം, ഈ ആളാരും ഇത്തരം വലിയ ആളാരാണെന്ന് നോക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അവിടെ വന്നുകൊണ്ടുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട 1-ാം ഖലീഫയായ ബദരീങ്ങളിൽപ്പെട്ട 2-ാമത്തെ ആളായ ഉമർ ബിൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ആ വയസ്സായ പെണ്ണുങ്ങൾക്കുള്ള കാർത്തിച്ച ആ ചട്ടിനെ കഴുകി ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടുണ്ടായത് 2-ാമത്തെ ബദരീങ്ങളിലാണ്. 3-ാമത്തെ ബദരീങ്ങളെ ഞാൻ പറയാം. എന്നിട്ട് നമ്മുടെ ബദരീങ്ങളെ കൊണ്ട് ദിവസത്തിലായിട്ട് വരാം. 3-ാമത്തെ ബദരീങ്ങൾ ഇസ്ലാമിന്റെ ആദ്യകാലത്തും ഇസ്ലാം ആയതിനു ശേഷം മുഴുവൻ ആൾക്കാരും കാണപ്പെടുകയുടെ തറച്ചു പോകുന്ന ഖൈസറിന്റെ രാജകൊട്ടാരത്തിന്റെ കിടുകിടെ തറപ്പിച്ച മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ചരിത്രത്തിൽ നോക്കുന്ന അദ്ദേഹം ശരിക്കും കടന്നുറങ്ങിയിട്ടില്ല എന്നാണ് കാണുന്നത്. അത് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അങ്ങനത്തെ അധികാരം ഏറ്റെടുക്കുന്ന സുൽത്താനെ കുറിച്ചാണ്. ശരിക്കും മനസ്സിലാക്കണം. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി ഇങ്ങനെ പോകുമ്പോൾ ഒരു ചെറിയൊരു വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരാ സ്ത്രീ പുരുഷനായിട്ട് സംസാരിക്കുന്നു. എന്താ നീ ശബ്ദം ഉയർത്തിട്ട് കരയണ്ട, രാവിലെ ആയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ട സൗകര്യം ചെയ്തു തരാം എന്ന് പറഞ്ഞ് സമാധാനം. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലം ഉമർ അറിഞ്ഞാൽ ശിക്ഷിക്കും. ഉമർ ഷാരാദും ഒരാളെ ഇറങ്ങിയിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്ത് മദീനയിലേക്ക് പോകണം. എന്താ ഉദ്ദേശം? ഖലീഫ ഉമർ ബിൻ ഖത്താബിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഉദ്ദേശം എന്താ ആവശ്യം? നമ്മുടെ വീട് പൊളിഞ്ഞു പോയിട്ടുണ്ട്, ഞാനൊരു നക്ഷത്രത്തിലാണ് ഇവിടെ വന്നിട്ടുമ്പോൾ എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. ആ ഗർഭിണിക്ക് സഹായിക്കാൻ വേണ്ടിയുള്ള ആരുമില്ല, അങ്ങനെ വിഷമത്തിലായിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് അവിടെ നിന്ന് മടങ്ങി വന്ന് വരയിലേക്ക് വന്ന് വാതിൽ പിടിച്ച് ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഭാര്യ ചോദിക്കുന്നത്, ഇതാ ഖലീഫയായിട്ട് ഇങ്ങനെ ഉറക്കില്ലാണ്ടായാൽ എങ്ങനെയാണ്? അങ്ങനെ ഭക്ഷണം കൊണ്ടുവരും. ഈ ഭക്ഷണത്തിനാണ് ഉമർ ആ ഭാര്യനോട് വിളിച്ചു പറയുന്ന, പെണ്ണെ ഒരു കാര്യം എന്നോട് ഞാൻ പറയുന്നത്, എന്താണത്? നീ എന്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് വരാൻ തയ്യാറുണ്ടോ? വരാം. പോയിട്ട് ആ പെണ്ണിനോട് ആളെ പുറത്തേക്ക് വിളിച്ച് ഈ പെണ്ണുങ്ങളെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടത്തി കുറച്ച് സമയം കഴിയുമ്പോൾ ആ പെണ്ണുങ്ങൾ പ്രസവിച്ചു. ചരിത്രത്തിൽ കാണാം. കിതാബ് ശരിയായ ചരിത്രങ്ങൾ ഉമറിന്റെ മദഹിനെ പറയുന്ന ആ കിതാബ് പുറത്തേക്ക് വന്ന് കുറച്ച് നാൾ ഈ പെണ്ണുങ്ങൾ പ്രസവിച്ചു. അപ്പൊ ഭാര്യ വിളിച്ചു പറയുന്നത്, യാ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ സുഹൃത്ത് എനിക്കുള്ള ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, പറയൂ എന്ന് പറയുമ്പോഴാണ് ഇവനിക്ക് മനസ്സിലായത് ഈ നിന്നാൾ ഉമർ ഇബ്നുൽ ഖത്താബാണെന്ന് മനസ്സിലായത്. ഇത് 3-ാമത്തെ ബദരീങ്ങളിൽപ്പെട്ട ആൾക്കാണ്. ഇങ്ങനെയുള്ള ആ ബദരീങ്ങൾ അത്രയും വലിയ സ്ഥാനത്തേക്ക് എത്തിയത് എന്തുകൊണ്ടിട്ടാണ്?
വെറും സാധുക്കൾക്ക് ഹെൽപ്പ് ചെയ്യാം, അവർക്കുള്ള മശക്കത്തുകളെ തഹമ്മൽ ചെയ്യാം, അവർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത കാരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്തയും ചെയ്യാനുള്ള മുഴുവൻ കുറ്റങ്ങളും അല്ലാഹു വിട്ടുകൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി നോക്കണം. നമ്മളൊക്കെ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ നാട്ടിൽ എത്ര വിഷമത്തിന്റെ ആൾക്കാരുണ്ട്. ഇന്നത്തെ ഒരു ചരിത്രം ഞാൻ പറയാം. നിങ്ങളോട് ഞാൻ കഴിഞ്ഞ 2 വെള്ളിയാഴ്ച മുമ്പ് ഒരു ചെറിയൊരു പിരിവെടുത്തു. സന്തോഷ ഹോസ്പിറ്റലിലെ ഒരാളാണ് രോഗിയെ. ആ പെണ്ണുങ്ങൾ പെരക്കാർക്ക് 4 കൊല്ലം ഈ റമദാൻ മാസത്തിന്റെ ഇവിടെ പിരിവെടുത്തിട്ടാണ് അവർക്കുള്ള ജീവിത വെച്ചുകൊണ്ടത്. 4 കൊല്ലത്തിന് മുമ്പ് ഈ മക്കളെയും കൂട്ടിയിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞ വാക്കാണ് ആ സ്ത്രീ എന്തെന്ന്, എനിക്ക് ഈ റമദാനിൽ ഈ കുട്ടികളെ പോറ്റണമെങ്കിൽ എന്തെങ്കിലും വേണ്ടാത്ത പ്രവൃത്തി ചെയ്യാനുണ്ടെന്ന് എനിക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അത്തരം വർഷത്തിൽ അങ്ങനെ വന്ന് പിരിവെടുത്തിട്ട് എന്നെ കഴിഞ്ഞു. ഞാൻ സുഖയിലാണ് ഹോസ്പിറ്റലിൽ. ഞാൻ മര്യാദ പോയി കുറച്ച് പൈസ കൊടുത്തു. രണ്ടാമത് ഇന്നലെ വിളിച്ചാണ്, നാളെ 11 മണിക്ക് ഞാൻ വരാം എന്നാ സ്ത്രീ പറഞ്ഞ് ഞാൻ കുറച്ച് പൈസ കൊടുക്കണമെന്ന് ഇങ്ങനെ കാണുന്നു. ഓരോ സ്കെച്ചിട്ട് എന്നെ പോയി പോകുന്നിട്ട് ആളെ മരിച്ചിട്ട്. അപ്പൊ ഇങ്ങനെ ആ അവസരത്തിൽ അവർക്കുള്ള ജീവിതം ഏത് നിലക്കായിരിക്കും അത് നമ്മളെന്നുള്ള എല്ലാ ഓരോരുത്തരുടെ മേലും ഹഖാണ്. ലാ യസ്അലു അമ്മാ യഫഅലു വഹും യസ്അലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തതിനെ പറ്റി ആരോടും അവരോട് ചോദിക്കാനില്ല. വഹും യസ്അലൂൻ, നമ്മളോട് ചോദിക്കുന്നു. ഇങ്ങനെയുള്ള എത്രയോ മശഖത്തുകൾ വിഷന്ന ആൾക്കാരെ ഇവിടുത്തെ കമ്മിറ്റി മെമ്പർ ബഷീറും ഞാനും ഒരു സ്ഥലത്ത് പോയിരുന്നു. പത്രത്തിനും ടീമിലെല്ലാം ഉണ്ടായിരുന്നു. എന്ത് 4 മക്കളെ ഭക്ഷണം കൊടുക്കാൻ ഇവരുടെയാണ് വിഷം കൊടുത്തത്. കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഉമ്മ വിഷം കൊടുത്തത് പെരുന്നാൾ ദിവസത്തിൽ. ഇത് എന്തിനാ ഞാൻ പറയുന്നത്, നമ്മൾ ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, ആ ബദരീങ്ങൾക്കുള്ള പ്രവൃത്തിനോട് നമ്മൾ യോജിച്ചിട്ട് വേണം. എന്നാൽ മാത്രമേ അവരെ കൊണ്ട് തവസ്സുലാക്കി ദ്വാരന്നാൽ അതിലേക്ക് പ്രതിഫലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ബദരീങ്ങളെ കൊണ്ട് നമ്മൾക്ക് വരുന്ന എല്ലാ ബലാഗ് മുസീബത്തുകളെയും ആപത്തുകളെയും അല്ലാഹു തട്ടിദൂരത്താക്കി സാധുക്കൾക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ള ആ തൗഫീഖ് ഞങ്ങൾ നിങ്ങളെ ഓരോരുത്തർക്കും ചെയ്തു തരട്ടെ. ഞാൻ നിങ്ങളോട് കാര്യം പറയാം. ഈയിടെ ഞാൻ ഉംറയ്ക്ക് പോയ അവസരത്തിൽ ഒരു വലിയ ഒരു ആലിമിനോട് ഞാൻ ചോദിച്ചു, സഫാ മർവാന്റെ ഇടയിലുള്ള സഫാ മർവ ഞാൻ 40 കൊല്ലം മുമ്പ് പോകുമ്പോൾ സഫ വളരെ ചെറുതാണ്, ഇപ്പൊ കുറെ വീതിയായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ശരിയാവോ, ഇത് ആ സഫ ഇത് ബെറ്ററായിരിക്കോ എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് സഫാ മർവ എന്ന് പറഞ്ഞത് ഇത്ര വിശാലമുണ്ട് എന്ന് 110-15 പറഞ്ഞു. 110-15 വയസ്സുള്ള അനുഭവത്തിന്റെ ആള് അന്നത്തെ ആലിമ്യങ്ങൾ അതിർത്തിയാക്കി വെച്ച സ്ഥലം ഇത്രയാണെന്ന് കാണിച്ച അതിനെ ആ വയസ്സിനെ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ടാണ് എന്നോട് പറയുന്നത്, അയാൾ മരിക്കാനാവുമ്പോൾ ലോക മുസ്ലിമീങ്ങൾക്കുള്ള ഹജ്ജിനെ ഫസാദാക്കണമെന്നുള്ള ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടാവില്ല. അപ്പൊ അയാൾ പറഞ്ഞത് ഹക്കാണ്. അതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ ഇങ്ങനെ അന്ന് മരിക്കാൻ അടുത്താകുന്ന അവസരത്തിൽ നമ്മുടെ ദുനീവിയായ ഉദ്ദേശമൊന്നുമല്ല. എല്ലാ ഓരോരുത്തരും അവന്റെ ഹക്കായ ആ സംഗതികളെ സാധുക്കൾക്ക് വേണ്ടി മറ്റെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളെല്ലാം ഓരോരുത്തരും മുന്നോട്ട് തരണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സംസാരത്തിൽ ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹ്മാൻ റഹീമായ തമ്പുരാനെ, നമ്മളൊക്കെ ഈ പൊരുത്തപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ പെടുത്തണേ. ആഫിയത്തും ദീർഘായുസ്സും ജ്ഞാനത്തും